പട്ടി കിടന്ന് ചിലയ്ക്കുന്നത് പോലെ രാഷ്ട്രീയ നേതാക്കൾക്ക് മൈക്ക് കിട്ടിക്കഴിയുമ്പം കിടന്ന് ചിലയ്ക്കാനല്ലാതെ ഡാമിനെ പറ്റി പറയാൻ വേറൊന്നും അറിയില്ല. കേരള സർക്കാരാ പണിയുന്നതെങ്കിൽ റോഡ് പണിയുന്നത് പോലെ പണിത് വെച്ചാൽ ഉറപ്പായിട്ടും അതിന് സേഫ്റ്റി കിട്ടില്ല. ലണ്ടനിൽ നിന്നും പുള്ളിക്കാരൻ എഞ്ചിനീയർ വന്ന് ആദ്യം പണിത ഡാം തകരുകയും അതിനുശേഷം രണ്ടാമത് പുള്ളിക്കാരൻ്റെ കുടുംബം അടക്കം വിറ്റതിന് ശേഷം അതുകൊണ്ട് വന്ന് പണിത ഡാം കൂടിയാണ് മുല്ലപ്പെരിയാർ. അതാണ് ചരിത്രം. അപ്പം പുതിയൊരു മുല്ലപ്പെരിയാർ ഡാം പണിതാൽ ഇപ്പം ബ്രിട്ടീഷുകാർ പണിത ഒരു സേഫ്റ്റി ഇനി പുതിയ സർക്കാർ പണിതാൽ കിട്ടുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? പുതിയ ഒരു സേഫ്റ്റി കിട്ടുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ സാധിക്കും. കേരള സർക്കാരാ പണിയുന്നതെങ്കിൽ റോഡ് പണിയുന്നത് പോലെ പണിത് വെച്ചാൽ ഉറപ്പായിട്ടും അതിന് സേഫ്റ്റി കിട്ടില്ല. അതിന് കൃത്യമായ രീതിയിലുള്ള പഠനങ്ങൾ നടത്തിയതിന് ശേഷം എന്ന് വെച്ചാൽ മുല്ലപ്പെരിയാറിൻ്റെ പുതിയ ഡാം വരുന്ന സ്ഥലത്തുള്ള പരിസ്ഥിതി പഠനങ്ങൾ കൃത്യമായ രീതിയിൽ നടത്തിയതിന് ശേഷം കൃത്യമായ രീതിയിൽ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് ഉറപ്പുള്ള കോൺട്രാക്ടർമാരെ ഏൽപ്പിച്ച് പണിയുകയാണെങ്കിൽ ഡാം തീർച്ചയായും നിലനിൽക്കുക തന്നെ ചെയ്യും. കാരണം ബ്രിട്ടീഷുകാർ പണിത ഡാം ഇപ്പോഴും ഓർക്കണം, സിമൻറ്റോ കമ്പിയോ ഇട്ട് പണിതല്ല, ശർക്കരയും ചുണ്ണാമ്പും ഉപയോഗിച്ച് എന്ന് വെച്ചാൽ ശർക്കര മിശ്രിതം ഉപയോഗിച്ച് പണിത ഡാമാണ് ഇപ്പോൾ നിൽക്കുന്നത്. 125 വർഷം പഴക്കം. അതും ലണ്ടനിൽ നിന്നും പുള്ളിക്കാരൻ എഞ്ചിനീയർ വന്ന് ആദ്യം പണിത ഡാം തകരുകയും അതിനുശേഷം രണ്ടാമത് പുള്ളിക്കാരൻ്റെ കുടുംബം അടക്കം വിറ്റതിന് ശേഷം അതുകൊണ്ട് വന്ന് പണിത ഡാം കൂടിയാണ് മുല്ലപ്പെരിയാർ. അതാണ് ചരിത്രം. അപ്പം 125 വർഷങ്ങൾ പഴക്കം നിൽക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്രയും ചെളിയും കാര്യങ്ങളും എന്ന് വെച്ചാൽ 3-4 തെങ്ങിൻ്റെ പൊക്കത്തോളം ചെളി അതിൻ്റെ അകത്ത് ഉണ്ടെന്നാണ് ഇപ്പോൾ ഉള്ള ആൾക്കാർ പറയുന്നത്. അപ്പോൾ അത്രയും ഇതായിട്ട് നിൽക്കുന്ന ഒരു ഡാമാണ്. അപ്പം പുതിയത് പണിയുമ്പം കേരള സർക്കാർ അഴിമതിയില്ലാതെ പണിത് കഴിഞ്ഞാൽ ഡാം നിലനിൽക്കുക തന്നെ ചെയ്യും. ഇല്ലെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന അതിനേക്കാളും ബോട്ട്സായിട്ട് പൊട്ടി ജനജീവിതം കൂടുതലായിട്ട് ജീവനുകൾ നഷ്ടപ്പെടാനേ സാധ്യതയുള്ളൂ. കാരണം ഉദാഹരണം പറയുകയാണെങ്കിൽ സർക്കാർ ഒരു റോഡ് എന്ന് വെച്ചാൽ ഒരു റോഡ് പണിയുന്ന കാര്യത്തിന് കോൺട്രാക്റ്റ് കൊടുക്കുന്ന ആ കോൺട്രാക്ടർക്ക് പോലും കോൺട്രാക്ടർ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ മേടിക്കുന്ന കമ്മീഷൻ അടക്കം കുറച്ചിട്ടാണ് റോഡ് പണിയുന്നത്. അപ്പോൾ എന്തോരം തുകയ്ക്ക് ഇപ്പോൾ 2 കോടി അനുവദിക്കുന്ന ഒരു റോഡിന് ആകെപ്പാടെ ചിലപ്പോൾ പണിത് വരുമ്പം ആ പണിയിലുള്ളതെന്ന് പറഞ്ഞാൽ ആകെപ്പാടെ ചിലപ്പം 1 കോടിക്ക് ആയിരിക്കും പണിയുന്ന ആ മനുഷ്യൻ. ആ കോൺട്രാക്ടറെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അങ്ങ് മോൾ തട്ട് തൊട്ട് കീഴ്ത്തട്ട് വരെ കിമ്പളം കൊടുത്ത് അവൻ ആ ബില്ല് മാറി വരുമ്പോഴത്തേക്ക് അവൻ്റെ കുടുംബം പട്ടിണിയായിപ്പോവും. അതാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് കേന്ദ്രം മേൽനോട്ടം നയിച്ചുകൊണ്ട് ഈ ഡാം പണിയണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം കേന്ദ്രത്തോട് കേരള സർക്കാർ ആവശ്യപ്പെടണം. ഉദാഹരണം, നമ്മൾ ജയിപ്പിച്ചു വിട്ട DN കുര്യാക്കോസ് എം പി ഇപ്പോൾ എവിടെയാണ്? ഇപ്പം നിലവിൽ മഴയും കാര്യങ്ങളും ഇടുക്കിയിലൊക്കെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. MP അല്ലാത്ത എല്ലാ കാര്യങ്ങൾക്കും പോയി പ്രതിഷേധം ചെയ്യാനും പാർലമെൻറ്റിൻ്റെ അവിടെ പോയി നിരാഹാരം എടുക്കാനും ഒക്കെ ഉണ്ട്. ഈ കാര്യത്തിന് എന്തുകൊണ്ടാണ് അങ്ങനൊരു നീക്കുപോക്കില്ലാത്തത്? കാരണം ഇപ്പോഴെങ്കിലും ഇതിനു വേണ്ടി ശക്തിയായി പ്രതികരിച്ചാൽ മാത്രമേ ഒരു 2040 ആകുമ്പോഴത്തേക്കെങ്കിലും നമ്മുടെ ഡാം പുതിയ ഡാം എന്നുള്ള സ്വപ്നം നമുക്ക് നിറവേറ്റാൻ സാധിക്കുകയുള്ളൂ. എന്തുകൊണ്ടാണ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി, പ്രളയം വന്ന് അല്ലെ വെള്ളപ്പൊക്കം കൂടി കഴിയുമ്പോൾ ഇലക്ഷൻ ടൈമിൽ എല്ലാ നേതാക്കന്മാരും വന്ന് പ്രഖ്യാപിക്കുന്നതാണ് നമുക്ക് ഇടുക്കിക്ക് ഏറ്റവും ആവശ്യമായ കാര്യം മുല്ലപ്പെരിയാർ ഡാമാണ്, അത് ഞങ്ങളുടെ പാർട്ടി നടത്തിത്തരും എന്നും പറഞ്ഞാണ് പലരും ഭരണത്തിൽ കയറുന്നത്. പല കാഴ്ചകളും നമ്മൾ കണ്ടിട്ടുണ്ട്. മുല്ലപ്പെരിയാർ സമരസമിതിയിൽ പട്ടിണി കിടക്കുകയും അല്ലെങ്കിൽ നിരാഹാരം കിടക്കുകയും ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സമൂഹത്ത് ഈ ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ ലോലമായ പ്രദേശങ്ങളുണ്ട്. ഇപ്പം ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ഇടുക്കി ജില്ലയിൽ തന്നെ ഈ ഡാം സ്ഥിതി ചെയ്യാൻ കാര്യം എന്ന് വെച്ചാൽ മലയുടെ മുകളിൽ നിന്നും ആകുമ്പോൾ പോഴ്സ് കൂടി തമിഴ്നാടിന് അത്രയും കറണ്ട് ഉൽപ്പാദിപ്പിക്കാനുള്ള പോഴ്സ് തന്നെ ജലം കിട്ടും. അപ്പം ഓർക്കേണ്ട ഒരു കാര്യം ഒന്നുകൂടെ ഞാൻ എടുത്തു പറയുകയാണ്. ആകെപ്പാടെ കേരളത്തിന് കിട്ടുന്ന ആ പഴയ കരാറ് എന്ന് വെച്ചാൽ 999 വർഷം എഴുതിയെന്ന് പറയുന്ന കരാറ്, അത് കരാറ് കൃത്യമായി പുനഃപരിശോധിക്കണം. കാരണം അന്ന് ഇത് പണിതപ്പം ബ്രിട്ടീഷുകാർ ഇത് പണിതപ്പം അന്നുണ്ടായിരുന്ന രാജാവ് പറഞ്ഞത് 100 വർഷം ആയുസ് പറഞ്ഞ ഡാമിന് എങ്ങനെയാണ് 999 വർഷം കേരളത്തിന് തമിഴ്നാടിന് പാട്ടക്കരാർ കൊടുത്തതെന്ന് അത് നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം 9 കൂട്ടിയിട്ടതാണ് സത്യം പറഞ്ഞ തമിഴ്നാട് കാണിച്ചത്. അതിപ്പോഴും ആ 9 എങ്ങനെ കൂടി എന്ന് പോലും കണ്ടുപിടിക്കാൻ ആർക്കും പറ്റിയിട്ടില്ല. അന്ന് ആ ഡാം നിർമ്മിച്ച വ്യക്തികൾ പറഞ്ഞതാണ് 100 വർഷമാണ് ഈ ഡാമിന് ആയുസ് കൊടുത്തിരിക്കുന്നത്. ആ 100 വർഷം ആയുസ് കൊടുത്ത സമയത്ത്
100 വർഷമേ ഉള്ളൂ ആയുസ്സുമെങ്കിൽ പിന്നെ എങ്ങനെയാണ് ആ 999 വർഷം പാട്ടം കൊടുത്ത ഡാം ഒരു 9 കൂടി 999 വർഷമായി. എങ്ങനെ അതുപോലും പ്രതികരിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ പോലും പഴയ കാര്യങ്ങളോ ഡീറ്റെയിൽ എടുക്കാനോ ഇവിടെയുള്ള നേതാക്കന്മാർക്ക് സമയമില്ല. നേതാക്കന്മാർക്ക് എന്തെങ്കിലും ഒരു ചർച്ച ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വലിയൊരു മഴ പെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇടുക്കിയിലൊരു ഭൂകമ്പം ഉണ്ടാകുമ്പോഴോ അവർ വന്ന് പറയും മുല്ലപ്പെരിയാറാണ് പ്രശ്നം, മുല്ലപ്പെരിയാർ ഡാം പുതുക്കി പണിയണമെന്ന് ഭരണകക്ഷിയായാലും പ്രതിപക്ഷമായാലും അന്നേരം മാത്രം പട്ടി കിടന്ന് ചിലയ്ക്കുന്നത് പോലെ രാഷ്ട്രീയ നേതാക്കൾക്ക് മൈക്ക് കിട്ടിക്കഴിയുമ്പം കിടന്ന് ചിലയ്ക്കാനല്ലാതെ ഡാമിനെ പറ്റി പറയാൻ വേറൊന്നും അറിയില്ല. വിശദമായുള്ള പഠനങ്ങൾ പുറത്തു വന്നതാണ്. കാരണം അവിടെ വിശദമായുള്ള എഞ്ചിനീയർ പല അഭിമുഖത്തിലും പല കാര്യങ്ങളിലും പറഞ്ഞതാണ്. കാരണം ഡാമിന് ശേഷിയില്ല, ഡാമിന് ഇന്ന ജലവേ താങ്ങൂ, അല്ലെങ്കിൽ ഇന്ന പ്രഭാഗം ഉണ്ടായി, ഇന്ന ഒരു മിസ്റ്റർ കെയിലിൽ 7 രേഖപ്പെടുത്തുന്ന ഒരു ഭൂകമ്പം പോലും താങ്ങാൻ പറ്റില്ല, 7 താഴെ ഉള്ള ഒരു ഭൂകമ്പം പോലും താങ്ങാൻ സാധിക്കില്ല എന്ന് പലരും അലറി വിളിക്കുന്നുണ്ട്. എന്നിട്ടും അത് കേൾക്കാതെ കണ്ണടച്ച് ഇരുട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പല നേതാക്കളും. സത്യം ഓപ്പൺ ആയ രീതിയിലാണ് ഞാൻ പറയുന്നത്. പലരും ഇരുട്ടാക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളെ പോലും വിഡ്ഢികളാക്കിക്കൊണ്ട് തമിഴ്നാട്ടിന് ഒത്താശ ചെയ്തു കൊടുക്കുകയാണോ എന്നാണ് എൻ്റെ ചോദ്യം. കാരണം രാഷ്ട്രീയക്കാർ തമിഴ്നാടിന് ഒത്താശ കൊടുക്കുകയാണോ എന്നാണ് എൻ്റെ ചോദ്യം. എന്തുകൊണ്ടാണ് പ്രതിഷേധമില്ലാത്തത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നേതാക്കന്മാർ പ്രതിഷേധത്തിന് മുൻകൈയെടുത്ത് മുന്നിൽ നിൽക്കാത്തത്? ഉദാഹരണം, DN കുര്യാക്കോസ് എന്ന് പറയുന്ന വ്യക്തി ഇടുക്കിയിൽ നിന്നും ജയിച്ച് പാർലമെൻറ്റിൽ ചെന്നൊരു വ്യക്തിയാണ്. എന്തുകൊണ്ടാണ് ആ വ്യക്തിക്ക് ഇത് ഒരു ഉറച്ച തീരുമാനത്തോടെ ബാക്കി എം പിമാരെയും കൂടി അവിടെ ഒരു ചർച്ച അല്ലെങ്കിൽ അവിടെ ഒരു സംഭാഷണം പോലും ഒപ്പിക്കാൻ സാധിക്കാത്തത്? MP എവിടെയാണ്? ഇടുക്കിയിലില്ല. ഇടുക്കിയിൽ MP കണ്ടിട്ട് ഒരുപാട് നാളായി. ഇടുക്കിയിലെ ജനതയായ അല്ലെങ്കിൽ ആ വ്യക്തിയെ വോട്ട് ചെയ്ത വ്യക്തിയായ ഞാനാണ് പറയുന്നത്. ഇടുക്കിയിൽ MP കാണുവാനില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് പല രാഷ്ട്രീയ പാർട്ടികളും വാഗ്ദാനം മാത്രം നൽകിക്കൊണ്ട് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഓരോ ദിവസവും ജനങ്ങൾ തള്ളി നീക്കുന്നത് ഒരു ബോംബ് ഭീഷണിയായിട്ട് മുകളിൽ നിൽക്കുമ്പോൾ തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഉയർന്ന നേതാക്കന്മാർക്ക് തമിഴ്നാട്ടിലുള്ള സ്വത്തുവകകൾ അത് VS അച്യുതാനന്ദൻ സഖാവ് പറഞ്ഞതാണ്. അന്ന് സഖാവ് ഭരിച്ചു ഇടതുപക്ഷത്തിരുന്നപ്പം പറഞ്ഞതാണ്, ഞാൻ രേഖകൾ പുറത്തു വിടാമെന്ന് പറഞ്ഞതാണ്. അപ്പം അങ്ങനെയുള്ള നേതാക്കന്മാർ പോലുമില്ല. ഇതൊക്കെ ചുമ്മാ നാടകം കളി എന്ന് വെച്ചാൽ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടുള്ള നാടകം കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ജനങ്ങൾക്ക് ആവശ്യം ഡാം തന്നെയാണ്. അത് ജനങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ജനങ്ങളെ മുന്നോട്ട് നയിക്കാൻ പറ്റിയ നേതാക്കന്മാരൊന്നും സത്യം പറഞ്ഞാൽ ഇതുവരെ ജയിച്ച് അവരവരുടെ ആവശ്യം കഴിഞ്ഞ് കഴിയുമ്പം വെള്ളക്കുപ്പായം ഇട്ട് നമ്മുടെ മുന്നിൽ ചിരിച്ചു നിൽക്കുകയും അവരവരുടെ ആവശ്യം കഴിഞ്ഞ് കഴിയുമ്പം സഹതപിക്കാനല്ലാതെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അത്യാപത്തുണ്ടായാൽ അത് എങ്ങനെ അതിനെ പിടിച്ചു നിർത്താം അല്ലെങ്കിൽ ആ അത്യാപത്തിനെ എങ്ങനെ മറികടക്കാമെന്ന് ചിന്തിക്കാൻ ശേഷിയില്ലാത്ത കുറേ നേതാക്കൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ വോട്ട് കൊടുത്ത് വിഡ്ഢികളായിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പാർലമെൻറ്റിൽ ഒരു ചലനം സംഭവിക്കാൻ സാധിക്കാത്തത്? കാരണം കേരളത്തിൽ നിന്ന് ഉള്ള എല്ലാ MP മാരും ഒരു MP ഒഴിച്ച് ബാക്കി എല്ലാ MPയും കോൺഗ്രസിൻ്റെ MPമാരാണ് ഇപ്പോൾ നിലവിൽ പാർലമെൻറ്റിലുള്ളത്. എന്തുകൊണ്ടാണ് ഈ മുല്ലപ്പെരിയാർ ഒരാവശ്യം ഒന്ന് ഉന്നയിക്കാൻ പോലും പറ്റാത്തത്? ഹൈക്കോടതിയിൽ കേസ് നടക്കുന്നു എന്ന് പറഞ്ഞ മുട്ടായ്പോയിപ്പ് ന്യായങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഹൈക്കോടതിയിൽ പോലും ജനങ്ങൾക്ക് ഡാം അത്യാവശ്യമാണ് എന്ന് അവിടെ പോലും തെളിയിക്കാൻ കേരളത്തിലെ ഭരണഘടനയ്ക്കോ അല്ലെങ്കിൽ കേരളത്തിലുള്ള വക്കീലിനോ സാധിച്ചിട്ടില്ല. സത്യം. അല്ലെങ്കിൽ ഡാം ആവശ്യമാണ്, ഇത്രയും ജനങ്ങളുടെ ഭീഷണിയാണ്, ഞങ്ങൾക്ക് ഡാം കിട്ടിയേ തീരൂ, തമിഴ്നാടിന് ജലം എത്ര വേണമെങ്കിലും കൊടുക്കാമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് അത് ഹൈക്കോടതിയിൽ പോലും അല്ലെങ്കിൽ ഈ കേസ് നടക്കുന്ന കോടതിയിൽ പോലും ആർക്കും ഒന്ന് സ്ഥാപിച്ചെടുക്കാൻ സാധിക്കാത്തത്? ഡാം സുരക്ഷാ അതോറിറ്റിയെ വെക്കുന്നു, അല്ലെങ്കിൽ ഡാം കൃത്യമായി നിരീക്ഷിച്ച് കൃത്യമായ രീതിയിൽ നിരീക്ഷിക്കാനുള്ള ആൾക്കാരെ വെക്കുന്നു. അതൊക്കെ അല്ലാതെ എന്തുകൊണ്ടാണ് ഉചിതമായി അവിടെ ഡാം പണിതോളൂ എന്ന് പറഞ്ഞൊരു തീരുമാനം ഹൈക്കോടതി നമുക്ക് കൊണ്ടുവരാൻ സാധിക്കാത്തത്? അതാണ് എൻ്റെ ചോദ്യം. അതിനൊറ്റ മറുപടിയേ ഉള്ളൂ. ഇവിടെയുള്ള രാഷ്ട്രീയ ഹിജടകളായ നേതാക്കന്മാർ തമിഴ്നാട്ടിൽ നിന്നും മേടിക്കുന്ന അല്ലെങ്കിൽ തമിഴ്നാട്ടിലുള്ള സ്ഥലത്തിൽ നിന്നും ഓഹരി ആയി കൈപ്പറ്റുന്ന കോടികളുടെ ആസ്തികളായിരിക്കാം. അതായിരിക്കാം സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പ്രതിഷേധമോ ഒരു ധരണയോ ഒരു പട്ടിണി സമരമോ നടത്താൻ ഒരു നേതാവും ഇതുവരെ ഈ ഇടുക്കി ജില്ലയിൽ കാലുകുത്തിയിട്ടില്ല. ഇതിനു മുമ്പ് ഒരുപാട് ഇലക്ഷൻ്റെ സമയത്ത് ഒരുപാട് യാതകളും പ്രതിഷേധങ്ങളും സമരങ്ങളും കണ്ട നാട് കൂടിയാണ് ഇടുക്കി എന്ന് പറഞ്ഞാൽ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് പെരിയാർ നിവാസികളെയാണ്. ഏകദേശം 10,000 ജീവനുകൾ ആണ് 45 സെക്കൻഡുകൾ കൊണ്ട് നഷ്ടപ്പെടാൻ പോകുന്നത്. അത് ഈ ഒരു സമയത്തെങ്കിലും പ്രതികരിക്കാനുള്ള ഊർജ്ജത്തോടെ നമ്മളെല്ലാവരും കൈ കോർക്കാൻ സമയമായി. ഇനി എനിക്ക് പറയാനുള്ളത് ജനങ്ങളോടാണ്. നമ്മൾ വിഡ്ഢികളായി കഴിഞ്ഞു, എല്ലാം വിഡ്ഢികളായി മാറി. കാരണം ഭരണം വരുന്നവർ ശരിയാക്കുമെന്ന്. ഇനി ജനങ്ങളാണ് ഇറങ്ങേണ്ടത്. ജനങ്ങൾക്ക് വേണ്ടിയാണ്, അല്ലെ നമ്മുടെ ജീവനും സ്വത്തിനും വേണ്ടിയാണ് നമ്മളാണ് ഇനി ആടേണ്ടത്. അല്ലാതെ നേതാക്കന്മാരൊന്നും ഒരു ചുക്കും ചെയ്യില്ല. കാരണം അവർ കയറി കഴിയുമ്പോൾ അവരുടെ വീട്ടിലെ ഇപ്പോൾ ഇരിക്കുന്ന സോഫായോ കസേരയോ അല്ലെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന കാറിനേക്കാളും പുതിയ കാർ എങ്ങനെ മേടിക്കാമെന്ന് ചിന്തിച്ച് മാത്രമാണ് സുഹൃത്തുക്കളെ ഓരോ നേതാക്കന്മാരും കയറുന്നത്. അല്ലാതെ പാവങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു നേതാവിനെയെങ്കിലും അല്ലെങ്കിൽ പാവങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന് പറയാൻ
പറയാനുള്ള നേതാക്കൾ വളരെ ചുരുക്കം മാത്രമാണ്. ഞാനിത് പറയുമ്പോൾ ചില രാഷ്ട്രീയ ആൾക്കാർക്ക് ചിലപ്പോൾ നൊന്തേക്കാം. നൊന്താലും നോകാതെ അല്ല ഞാൻ പറയുന്നത് കേരളത്തിലെ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ്.